പതിനായിരങ്ങളുടെ കുടിവെള്ളമായ പെരിയാറിനെ മലിനമാക്കി ദേവിയാർ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം. അടിമാലി ഇരുമ്പുപാലത്താണ് വ്യാപകമായി ദേവിയാർ പുഴയിലേക്ക് അറവ് മാലിന്യങ്ങളടക്കം തള്ളുന്നത്. നിലവിൽ വേനൽക്കടുത്ത പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ നിക്ഷേപിച്ച മാലിന്യങ്ങൾ കൂടിക്കിടന്ന് വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് മേഖല. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാർ പുഴയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇന്നും ദേവിയാർ ഒഴുകുന്നത് മാലിന്യവാഹിനിയായി തന്നെ. അടിമാലിക്ക് സമീപം ഇരുമ്പുപാലത്താണ് ദേവിയാർ പുഴയിലേക്ക് ഏറ്റവും കൂടുതൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും കൊണ്ട് ദേവിയാർ പുഴ നിറഞ്ഞിരിക്കുകയാണ്. ദേവിയാർ ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്ക്. പെരിയാറാകട്ടെ പതിനായിരങ്ങളുടെ കുടിവെള്ളവും. അതുകൊണ്ട് തന്നെ മാലിന്യ നിക്ഷേപത്തിന് തടയിടുവാൻ നടപടി വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ വേനൽക്കടുത്ത് പുഴയിലെ നീരൊഴുക്ക് നിലച്ചതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നു. ഈ സ്ഥിതി തുടർന്നാൽ പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്നതിനും പാരിസ്ഥിതിക ആഘാതത്തിനും വഴിയൊരുക്കുമെന്ന ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ. ഇത് അടിമാലി, അതുപോലെ ചാറ്റുപാറ, മച്ചിപ്ലാവ്, ഇരുമ്പുപാലം വഴി പെരിയാറ്റിൽ പതിച്ച് അവിടെ നിന്നും കടലിൽ പോയി പതിക്കുന്ന ഒരു പുഴയാണ് ദേവിയാർ പുഴ. ഉത്ഭവം മുതൽ അവസാനം വരെ ഒഴുകിയെത്തുന്നോടം വരെ വിഷവും മാലിന്യവും പേറിയാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നത്. വർഷങ്ങൾക്കെല്ലാം മുമ്പ് ആളുകൾ കടുത്ത വേനലിൽ കുടിവെള്ളമായും കുളിക്കാനും നനയ്ക്കാനും ഉപയോഗിച്ചിരുന്ന ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ്. കംപ്ലീറ്റ് ആളുകൾ, പ്രത്യേകിച്ച് ഇരുമ്പുപാലം പ്രദേശത്തെ വ്യാപാരികൾ കോഴി വേസ്റ്റ്, അതുപോലെ അറവ് മാലിന്യങ്ങൾ, പച്ചക്കറി വേസ്റ്റ്, എന്തിനേറെ സ്നഗി വരെ കെട്ടിക്കൊണ്ടുപോയി അതും ടൗണിൻ്റെ നടുക്കാണ് പാലം, ഇരുമ്പ് പാലം. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇടുന്നു. തൊട്ടപ്പുറം മെഴുകുംചാലിലേക്ക് പോകുന്ന 500 മീറ്ററിന് അപ്പുറം ഒരു പാലമുണ്ട്. അവിടെ ഇങ്ങനെ 100 കണക്കിന് ചാക്കാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അത് മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിന് മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുകയും രാത്രികാല നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. സിറ്റി വിഷൻ, അടിമാലി.